ഷെനൈസ് അല്ലേ, ഷെനൈസ്. അവിടെ വെച്ചിട്ട് ഞാൻ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. അന്നോടെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ മോനോട്, ഞങ്ങളൊരു ഒരു ഒരു 5 പേരുണ്ട്. ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ മോൻ, പിന്നെ മരുമക്കളൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഗ്യാങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മദിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്താണ് അച്ഛൻ ചോദിക്കച്ചേ, അച്ഛ അമ്മ എന്നാണ്, അല്ല ഡാഡി മമ്മിയൊന്നും എൻ്റെ വീട്ടിലില്ല. അച്ഛൻ ചോദിക്കച്ചെന്ന് തന്നെ. ഇപ്പം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ആൾ, അതൊക്കെ സിമ്പിളാണെന്നാണ്. ഇപ്പം അന്ന് തുടങ്ങി ഞാനിങ്ങനെ ചോദിച്ചാലോ ഒരു വേഷം. അത് കഴിഞ്ഞ് പിന്നെ മധുരം കണ്ടപ്പോൾ എനിക്ക് അതിലേറെ ഭയങ്കര ഇഷ്ടമായി. പിന്നെയാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ അവത് വരുന്നത്. വന്ന് കണ്ടപ്പോൾ തന്നെ വാ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കാണാൻ വേണ്ടി വന്നാ മോനെ. അപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ ചോദിച്ചാലോ ഇങ്ങനെ ഒന്നും പറ്റിയില്ല. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയാണ്. അപ്പം അത് അച്ചു എന്നോട് പറഞ്ഞ് അത് ഞാൻ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാമോ. ഞാൻ പിന്നെ ഒന്നുമില്ല, എന്ത് ക്യാരക്ടറാണെന്ന് പോലും ചോദിക്കും. ഒരു ക്യാരക്ടറിന്റെ ചെയ്യും, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പിന്നെ എന്നോട് ആ ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ എൻ്റെ സിനിമ 340 സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. 40ാമത്തെ വർഷമാണ് സിനിമയിൽ. ഇതുപോലൊരു വേഷം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് ക്യാരക്ടറാണ് കിട്ടിയത്. അത് എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ തമിഴിൽ നിന്ന് വരെയും എന്നെ വിളിച്ചു. ആ വേഷം കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൻ വഴി തമിഴിൽ നിന്നൊരു കോൾ വന്നിട്ട് വളരെ സന്തോഷം തോന്നി. പിന്നെ പല രാജ്യങ്ങളിൽ നിന്നും പലരും കണ്ടിട്ട് എന്നെ മലയാളികൾ പലരും വിളിച്ചു, ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അത് ഭയങ്കര ഗിഫ്റ്റാണ് എനിക്കിത് മലയാളത്തിൽ. എന്തായാലും ഇനിയും എവിടെ സിനിമയ്ക്ക് വിളിച്ചാലും ശരിയാണ്, അഹമ്മദിന്റെ പടം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടേ കൊടുക്കും. അല്ല, അതായത് അഹമ്മദ് പറയുമ്പോൾ ഒരുപാട് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ അത്രയും പറയാൻ പാടില്ല, കാരണം ഒരുപാട് സമയമെടുക്കും. ഒരു ക്യാരക്ടർ നറേറ്റ് ചെയ്ത് തരാൻ ഇങ്ങനെ ഒരു ഡയറക്ടറെ കണ്ടിട്ടില്ല. വളരെ സിമ്പിളാണ്. എല്ലാവരും മതപ്പറ്റിയാണെങ്കിൽ എല്ലാവരും എല്ലാ ക്രൂസും എനിക്കൊന്നും ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് എനിക്ക് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇപ്പോൾ ഇവരോട് ഇരിക്കുമ്പോഴാണ് ആ എനർജി, ആ പവറൊക്കെ കിട്ടുന്നത്. വേഷത്തിന് ഓരോ സീൻസ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം, നമ്മുടെ കയ്യിൽ നിന്നത് ഇവര് ഊറ്റിയെടുക്കുകയാണ്. നമ്മൾ അഭിനയിച്ചതല്ല, നമ്മുടെ കയ്യിലുള്ള സംഭവം ഇവര് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഓരോരോ സംഭവങ്ങളും. ഈ കഴിഞ്ഞ ദിവസം അജുവായിട്ട് ഞാൻ പടം ചെയ്തിരിക്കുമ്പോൾ അജു പറഞ്ഞ്, ഇനി എന്തിനാണ് ഈ താടിയൊക്കെ വെച്ചേക്കണത്, വടിച്ച് കളഞ്ഞൂടെ, ഇവിടെയൊക്കെ എക്സ്പ്രഷൻ വരുന്ന സ്ഥലങ്ങളിൽ എന്തിനാണ് താടി വെച്ചൊരു മറയുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുന്നു. എന്തായാലും താടി വേണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, വേണമെങ്കിൽ ഞാൻ വെക്കേണ്ടി എത്ര ഉള്ളൂ. എന്തായാലും ഏറെ സന്തോഷം, വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേഷം എനിക്ക് തന്നതിലും. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് എന്നെ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒരുപോലെയാണ് എനിക്ക്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്.